ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പ്ലാന്റ് ടാങ്ക്. അപ്പോൾ ഈ പ്ലാന്റ് ടാങ്കിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പ്ലാന്റിനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് പല വീഡിയോസും ടാങ്കിനെ പറ്റി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഇതുവരെ ഈ പ്ലാന്റ്സിനെ പറ്റി ഞാൻ ഇതിൽ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് നല്ലതായിട്ട് വളരുന്നതും ഇതിനകത്ത് മോശമായിട്ട് വളർന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഈ അക്വേറിയത്തിൻ്റെ ഒരു ചെറിയ ഡയമെൻഷൻ ഞാൻ പറഞ്ഞുതരാം. ഇത് 2 ഫീറ്റ് അക്വേറിയമാണ്. 2 ഫീറ്റ് ലെങ്ത്, 1 ഫീറ്റ് ബ്രെത്ത് ഉണ്ട്, അതുകൊണ്ട് 1 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. ഇതാണ് ഈ അക്വേറിയത്തിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ് സെറ്റപ്പിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. പിന്നെ എടുത്തിരിക്കുന്ന ഫിൽറ്റർ ഒരു ബയോളജിക്കൽ ഫിൽറ്റർ അല്ല, ഒരു സാധാ മെക്കാനിക്കൽ ഫിൽറ്ററാണ്. അപ്പോൾ ഇതിനകത്ത് 2 കണ്ടെയ്നർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ബയോളജിക്കൽ ഫിൽറ്ററായിട്ട് വേണേൽ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഇതിനകത്ത് മെക്കാനിക്കൽ ഫിൽറ്ററായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു സൺസണിൻ്റെ ഒരു ഫിൽറ്ററായിരുന്നു. ഏകദേശം 800 രൂപയായിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഇപ്പോഴത് കണ്ടിന്യൂസ് നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ അക്വേറിയം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പം ഒരു മാസത്തെ ഇരിക്കുമ്പോൾ മാത്രമേ ഞാൻ വെള്ളം മാറാറുള്ളൂ. വെള്ളം മാറുന്നത് നമ്മൾ പകുതി വെള്ളം മാറിയിട്ട് പകുതി വെള്ളം പുതിയ ഒഴിച്ചു കൊടുക്കുകയാണ്. അല്ലാതെ ഞാനിത് വേറെ നമുക്ക് പ്രത്യേകിച്ചൊരു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഈ ഇടയ്ക്ക് പ്ലാന്റ്സ് ഒത്തിരി വളർന്നു കഴിയുമ്പോൾ ആ പ്ലാന്റ്സ് ഒന്ന് ജസ്റ്റ് വെട്ടിക്കളയും. അതിനപ്പുറം എനിക്ക് വലിയ മെയിൻ്റെനൻസ് ആയിട്ട് ഈ അക്വേറിയത്തിന് തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പ്ലാന്റ് അക്വേറിയം പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മൊത്തത്തിൽ ഇതിനകത്ത് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് അവയുടെ ഗ്രോത്ത് എങ്ങനെയാണെന്നെല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ പ്ലാന്റ്സിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതാണ്ട് ഈ കാണുന്ന പ്ലാന്റാണ് ഹൈഗ്രോഫില്ല എന്ന് പറഞ്ഞ പ്ലാന്റ്. ഈ പ്ലാന്റ് ഒരു സ്റ്റെം പ്ലാന്റ് ആണ്. അതുകൊണ്ട് ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാനാണ് നല്ലത്. ഞാനിത് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാനിത് ഫ്രണ്ടിൽ വെച്ചപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായത്, ബാക്കിലുള്ള പ്ലാന്റ്സ് എല്ലാം ഇതിൻ്റെ മറവിൽ അങ്ങ് മറഞ്ഞു പോയി. ഇത് അത്യാവശ്യം നല്ലതായിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഇതിപ്പോൾ ഞാൻ പുഴവണലിലായാലും എനിക്കിതിൻ്റെ ഗ്രോത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വളരെ പെട്ടെന്നാണ് ഇത് വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ്സ് വളർന്നു കഴിഞ്ഞാൽ ചുറ്റുപാടുള്ള എല്ലാത്തിനും ഇത് നല്ലതായിട്ട് കവർ ചെയ്തെടുക്കും. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കീഴിൽ മറ്റ് പ്ലാന്റ്സ് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് മറ്റുള്ള പ്ലാന്റിന് വളരാൻ അനുവദിക്കാത്ത രീതിയിൽ വളർന്നു കളയും. പിന്നെ ഇത് നല്ലതായിട്ട് വളർന്നു വരുമ്പോൾ നമ്മുടെ LED-യിലൊക്കെ വന്ന് തട്ടാതൊക്കെ ശ്രദ്ധിച്ചോണം ഇടയ്ക്കിടയ്ക്ക്. അല്ലെങ്കിൽ ഈ പ്ലാന്റ് നല്ലതായിട്ട് വെള്ളത്തിന് മുകളിലോട്ട് പൊക്കം വെക്കുന്ന വളരുന്നൊരു പ്ലാന്റാണ്. ഇത് നല്ലൊരു പ്ലാന്റാണ്. നല്ലതായിട്ട് ഒത്തിരി ഇലകളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല വീതി ഉണ്ട് ഇതിൻ്റെ സ്റ്റമ്പ് കിളിച്ച് വരുന്നതിന്. ഉണ്ടോ, ഇതിൽ നിന്ന് ഈ ബ്രാഞ്ചസ് ഇങ്ങനെ പൊട്ടിയാണ് ഈ പ്ലാന്റ് കിളിച്ച് വരുന്നത്. ഈ പ്ലാന്റ് നമ്മുടെ ബഡ്ജറ്റായിട്ടുള്ള പ്ലാന്റ് ഡെക്കോറത്തിന് പറ്റിയൊരു പ്ലാന്റാണ്. പ്ലാന്റ് ഡെക്കോറത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലതായിട്ട് ഇപ്പോൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്ലാന്റാണ്. അതുകൊണ്ടൊക്കെ നല്ലൊരു സ്റ്റെം പ്ലാന്റ് ആണ് ഈ പ്ലാന്റ്. ബെക്കോപ്പ കരോളിന എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ എല്ലാ പേര് ഞാൻ ഈ പറയുന്നതിനാണ് കറക്റ്റായിട്ട് എനിക്ക് അത്ര അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ അറിയാവുന്ന ആൾക്കാരിലുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും തെറ്റ് പറയുകയാണെങ്കിൽ ദയവായിട്ട് കമൻറ്റിൽ അറിയിക്കുക. പുതിയതായിട്ട് വരുന്ന വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഈ പ്ലാന്റും നല്ല അടിപൊളിയൊരു പ്ലാന്റ് ആണ്. ഇതൊരു സ്റ്റെം പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഇലകൾക്കൊക്കെ അത്യാവശ്യം നല്ല കട്ടിയാണ്. ഈ പ്ലാന്റ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് വെക്കുന്ന പ്ലാന്റ് ആണ്. പക്ഷേ ഈ മറ്റേ പ്ലാന്റ് കിളിച്ച് വന്ന് ഇതിൻ്റെ മുകളിലോട്ട് വളർന്നു കഴിഞ്ഞപ്പോഴത്തേന് ഈ പ്ലാന്റ് കാണുന്നില്ല എന്നേ ഉള്ളൂ. ഈ പ്ലാന്റ് നല്ലതായിട്ട് വളരുന്നൊരു സ്റ്റെം പ്ലാന്റ് ആണ്. ഇതൊരൊറ്റ ഇതായിട്ട് താഴെ നിന്ന് മേലോട്ട് കയറി വരുന്നത്. ഇത് നമ്മുടെ വേരുകളിലാണ് ഇത് പൊട്ടി കിളിക്കുന്നത്. വീണ്ടും പുതിയ ബ്രാഞ്ചസ് ഉണ്ടാകുന്നത്. ഇത് ഞാൻ എൻ്റെ അക്വേറിയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിറയെ ഇതായിരുന്നു വെച്ചിരുന്നത്. മറ്റേ പ്ലാന്റ് വളർന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പ്ലാന്റ് ഇങ്ങനെ ഒത്തിരി കാണാതായി പോയത്. അതിൽ നിന്ന് ഇങ്ങനെ വേരിൽ നിന്ന് പൊട്ടി കിളിക്കുന്നുണ്ട്. അത് മുന്നോട്ട് പുതിയ ബ്രാഞ്ചസ് ഉണ്ടായി മുന്നോട്ട് വളർന്നു വരുന്നുണ്ട്. അത് നമുക്ക് ഈ പ്ലാന്റ് നടുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ പ്ലാന്റ് പിടിക്കുന്നില്ല, അത് അഴുകി പോകാമെന്നാണ്. പക്ഷേ അത് ഈ ഇലകളിലൊക്കെ ചെറുതായിട്ട് ആൽഗയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് അഴുകി പോകാമെന്ന്. ഈ ഒരു കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല. ഈ ഒരു കളറിലായിരുന്നു ഇത് ആദ്യമായിട്ട് ഇലകൾ കിളിച്ച സമയത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്ലാന്റ് എല്ലാം അഴുകിപ്പോൾ പിടിക്കത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അതൊരു മാസത്തിനുള്ളിൽ അതെല്ലാം റെഡിയായി വീണ്ടും നല്ലതായിട്ട് ഇതെല്ലാം കിളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നതല്ല ഈ ബെക്കോപ്പ എന്ന് പറഞ്ഞ ഈ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് നമ്മുടെ ഇതുകൊണ്ടൊക്കെ ബഡ്ജറ്റായിട്ടുള്ള പ്ലാന്റുകൾക്ക് പറ്റിയൊരു പ്ലാന്റ് ആണ്. ഇതിപ്പോൾ നല്ല രീതിയിൽ ഇതിനകത്ത് വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മേടിച്ച് വെച്ചൊരു മറ്റൊരു പ്ലാന്റ് ആണ് ഈ ക്രിപ്റ്റോകോറിൻ ആൽബ എന്ന് പറഞ്ഞ ഈ പ്ലാന്റ്. ഇത് നമ്മുടെ ഈ ആറിൻ്റെ സൈഡിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇത് വളരെ വലുതായതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഇതിനെ തിരിച്ചറിയാത്തത്. ഇത് വെള്ളത്തിനടിയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയാണ് വളരുന്നത്. ഇതിൻ്റെ ഇനി വേറെ എന്തെങ്കിലും വലുതാവുന്ന ജൈൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് വളരെ സ്ലോ ഗ്രോയിങ് പ്ലാന്റ് ആണ്. ഈ പ്ലാന്റും നല്ല രീതിയിൽ വളരുന്നുണ്ട് ഇതിനകത്ത്. ഇത് ആദ്യം കൊണ്ടുവച്ചപ്പോൾ ഒരൊറ്റ ലീഫേ ഉള്ളായിരുന്നു. ഇപ്പോൾ നല്ലതായിട്ട് ലീഫ് വന്നിട്ടുണ്ട്. ഈ പ്ലാന്റ് നമ്മുടെ പ്ലാന്റ് ഡെക്കോറത്തിന് ലോ ബഡ്ജറ്റായിട്ട് നമ്മൾ പണിയുന്ന പ്ലാന്റ് ഡെക്കോറത്തിന് പറ്റിയൊരു പ്ലാന്റ് ആണ്. ഇത് നല്ലതായിട്ട് കിളിക്കുന്നുണ്ട് ഇതിനകത്ത്. പുതിയ ഇല കിളിക്കുമ്പോൾ മാത്രം ലൈറ്റ് ഗ്രീൻ കളറാണ്. പിന്നെ നല്ലതായിട്ട് ഇല വളർന്നു കഴിയുമ്പോൾ ഒരു നല്ല ഗ്രീനിലേക്ക് ഇത് ബാക്കി മാറിക്കൊള്ളും. അല്ലാത്തപ്പം ഒരു ചെറിയ യെല്ലോ വളർന്നൊരു ഗ്രീൻ ഷെയ്ഡ് ആയിരിക്കും ഇതിൻ്റെ ലീഫിന് വരുന്നത്. ഇത് നമുക്ക് ഇങ്ങനെയുള്ള ബഡ്ജറ്റ് പ്ലാന്റ് ഡെക്കോറത്തിൽ വളർത്താൻ പറ്റിയ അടിപൊളി ഒരു പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ്. ലെജൻഡ്രിയ ടോക്സിക്കാറിയ എന്നാണ് ഇതിൻ്റെ പേര്. ഈ പ്ലാന്റ് ഒരു സ്ലോ ഗ്രോയിങ് പ്ലാന്റ് ആണ്. ഇത് ഞാൻ പ്ലാന്റ് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് പുതിയ ലീഫേ വന്നിട്ടുള്ളൂ. ഇതുപോലൊക്കെ ഫാസ്റ്റായിട്ട് വളരുന്ന പ്ലാന്റ് അല്ല. ഈ ബക്കോപ്പയുടെ കീഴിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിനിപ്പം ഒരു ചെറിയ വളർച്ച കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് നമ്മുടെ ഈ ലോ ബഡ്ജറ്റായിട്ട് പറയുന്ന പ്ലാന്റ് ഡെക്കോറത്തിന് പറ്റിയ പ്ലാന്റ് ആണ്. പക്ഷേ ഇതുപോലൊക്കെ ബുഷിയായിട്ട് വളരുന്ന പ്ലാന്റ്സിൻ്റെ കീഴിൽ നിന്ന് മാറ്റി നടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതുപോലൊക്കെ ഇതിൻ്റെ വളർച്ച ഇത് നല്ലതായിട്ട് ബാധിക്കും. ഇത് നമ്മുടെ ഈ ബക്കോപ്പയുടെ കൂട്ട് അത്യാവശ്യം നീളമുള്ള ലീഫാണ് ഇതിന് വരുന്നത്.
ഈ പ്ലാന്റ്സിൻ്റെ ഒരു 6 മാസത്തെ വളർച്ച ഇതാണ്. ഈ പ്ലാന്റ് ഒരു സ്ലോ ഗ്രോയിങ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുകൊണ്ട് പ്ലാന്റ് അക്വറിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ മെയിൻ്റെനൻസ് കാണത്തില്ല. ഈ ബക്കോപ്പയൊക്കെ വളരുന്നതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇതിൻ്റെ ലീഫ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നല്ല അടിപൊളി മനോഹരമായ ഒരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് ആയിട്ടുള്ള പ്ലാന്റ് അക്വറിയത്തിന് പറ്റിയൊരു പ്ലാന്റ് ആണ്. പിന്നെ ഈ പ്ലാന്റ് വാലസിനേറിയ ജൈന്റ്, ഈ പ്ലാന്റ് നമ്മുടെ പ്ലാന്റ് അക്വറിയം പണിയുമ്പം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പ്ലാന്റ് ആണ്. ഇത് അടിപൊളിയൊരു പ്ലാന്റ് ആണ്. എൻ്റെ അക്വറിയത്തിനകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ലീഫ് കട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വളർന്നതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കിടക്കും. ഞാൻ അതിനെപ്പറ്റി ഒരു ഷോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്ലാന്റ് പെട്ടെന്ന് വളരുകയും ചെയ്യും. നല്ലതായിട്ട് ഇത് എന്താ പറയുക തിക്കായിട്ട് വളരും. ഈ പ്ലാന്റ് വേരിയെന്നാണ് എൻ്റെ സ്റ്റമ്പ് കളിക്കുന്നത്. വേരിയെന്ന് പെട്ടെന്ന് തന്നെ കുറേ സ്റ്റമ്പ് പൊട്ടിക്കളിച്ച് ഇത് കുറേ വളരും. ഇത് കുറേ വളർന്നിട്ട് ആ ഭാഗം നല്ലൊരു എന്താ പറയുക നാച്ചുറൽ എഫക്റ്റ് നമുക്ക് തരും. താഴെ നോക്കുന്ന സമയത്ത് ഇതൊരു നാച്ചുറൽ എഫക്റ്റ് ആയിട്ട് ഇങ്ങനെ നമുക്ക് തോന്നും അവിടെ ഈ പ്ലാന്റിൻ്റെ അടിവശം കാണാൻ നേരത്ത്. ഇതിൻ്റെ തന്നെ പല വെറൈറ്റികൾ ഇതിനകത്തുണ്ട്. ഇത്രയും നീളം വെക്കാത്ത ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് കൊണ്ടുവച്ചേക്കുന്ന ഇതേ ഒരു സെയിം വെറൈറ്റിയാണ് ദാണ്ട് ഈ കാണുന്നത്. ഇത് ഞാൻ ആറ്റീനെ പറിച്ചുകൊണ്ട് വന്നതാണ്. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വാലസേറിയ ജൈന്റിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു. എന്തായാലും ഈ വാലസിനേറിയ എന്ന് പറയുന്ന പ്ലാന്റ് നമ്മളെല്ലാവരും നമ്മുടെ പ്ലാന്റ് അക്വറിയത്തിൽ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പ്ലാന്റ് ആണ്. നമുക്ക് ഇതിൻ്റെ വളർച്ചയായാലും ഇതിൻ്റെ ഭംഗിയായാലും അടിപൊളിയാണ്. അപ്പോൾ മാക്സിമം ഈ പ്ലാന്റ് വെക്കുമ്പോൾ നമ്മൾ മാക്സിമം ഇതിൻ്റെ കീഴിൽ മറ്റുള്ള പ്ലാന്റ്സ് വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിൽറ്റർ വെക്കുന്നതിൻ്റെ പൊസിഷനോടെ നോക്കിയിട്ടാണ് ഈ പ്ലാന്റ് നടാനായിട്ട്. കാരണം ഇത് നല്ല നീളമുള്ള ആയതുകൊണ്ട് തന്നെ ഫിൽറ്ററിൻ്റെ ഒഴുക്കിനനുസരിച്ചിൻ്റെ ഇല ഇങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ നീണ്ടുപോകും. അപ്പോൾ ആ നീട്ടത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ വേറെ ഒരു പ്ലാന്റ് അതിൻ്റെ കീഴിൽ നടുവാണെങ്കിൽ അതിനപ്പോൾ ലൈറ്റ് ഒന്നും കിട്ടാതെ വരും. അപ്പോൾ ആ കാര്യം ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് നല്ലൊരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് ആണ് ഫേൺ. ഈ അക്വറിയത്തിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ഇതാണ്. ഇത് ജാവ ഫേൺ ആണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അതാണ് ഞാൻ ഫേൺ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പ്ലാന്റ് നമ്മുടെ വുഡിലൊക്കെ നല്ലതായിട്ട് പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. കല്ലിൻ്റെ ഇടയിലൊക്കെ നമുക്ക് വെച്ച് കൊടുത്ത് മനോഹരമായിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഇത്. ഇതും വളരെ സ്ലോ ഗ്രോയിങ് പ്ലാന്റ് ആണ്. ഇത് ഞാൻ ഒരു ഡ്രിഫ്റ്റ് വുഡിലോട്ട് വെച്ചിട്ട് അതിനകത്ത് ചെറിയ ചാപ്ലർ അടിച്ച് കൊടുത്ത് അതിനകത്തോട്ട് സെറ്റ് ചെയ്തേക്കാണ്. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് പുതിയ ലീഫ് കിളിച്ച് വരുന്നുണ്ട്. എന്നാൽ ഇത് വളരെ സ്ലോ ആയിട്ടാണ് കിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും വലിയ തിക്കായിട്ട് പ്ലാന്റ് വളർത്താതെ നമ്മൾ ഒരു ചെറിയ റോക്കൊക്കെ സെറ്റ് ചെയ്ത് പണിയുന്ന പ്ലാന്റ് അക്വറിയത്തിനാണെങ്കിൽ ഈ പ്ലാന്റ് അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് ഞാൻ 2 പീസാണ് മേടിച്ചിരിക്കുന്നത്. ജാവ ഫേൺ ആണെന്ന് കൃത്യമായിട്ട് അറിയത്തുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത് ഞാൻ ഒന്ന് ഈ കല്ലിൻ്റെ പുറയിലായിട്ട് നട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കല്ലിൽ ഇതുവരെ പിടിച്ചിട്ടില്ല. ഞാൻ എന്നാലും അവിടെ ഒരു ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കാണ്. പക്ഷേ ഇത് കല്ലേ പിടിക്കുന്നുണ്ടല്ലോ എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. കാരണം ഇതിനിപ്പം ഇത്രയും പ്ലാന്റ് ഇങ്ങനെ തിക്കായിട്ട് വളർന്നുകൊണ്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കാണുന്നില്ല, നമുക്ക് എന്നും നോക്കാൻ പറ്റുന്നില്ല. എന്നാലും അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ പ്ലാന്റ് അക്വറിയം പണിയുമ്പം ഈ ഒരു പ്ലാന്റ് ഒരിക്കലും മിസ് ചെയ്യരുത്. ഇച്ചിരി പൈസ കൂടുതലാണെങ്കിലും നമുക്ക് ഈ ഒരു പ്ലാന്റ് മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം അത് നല്ല മനോഹരമാണ് ഈ പ്ലാന്റ് കാണാനായിട്ട്. അടുത്തൊരു വെറൈറ്റി ജാവയാണിത്. ഇത് ജാവ മോസ് ആണ്. ഈ പ്ലാന്റ് ഞാൻ ഈ അക്വറിയത്തിൽ ഇതുവരെ നട്ടിട്ടില്ല. ഇത് നമ്മുടെ ഈ ചിരട്ടയുടെ മുകളിലും കല്ലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് വളരുന്ന രീതിയിലുള്ള ഫേണാണിത്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. അപ്പോൾ എൻ്റെ ഈ പ്ലാന്റ് അക്വറിയത്തിനകത്ത് ഇത് വെക്കാൻ ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇത് വെളിയിൽ വെച്ചേക്കാണ്. കാണാൻ നല്ല ഭംഗിയൊക്കെയാണ് കണ്ടോ. അപ്പോൾ ഈ പ്ലാന്റ് നമ്മുടെ ഈ ലോ ബഡ്ജറ്റ് ആയിട്ട് പ്ലാന്റ് അക്വറിയം പണിയുമ്പം നല്ലൊരു പ്ലാന്റ് ആയിരിക്കും. പിന്നെ ഈ ഒരു പ്ലാന്റ് കോമൺ പ്ലാന്റ് ആണ്, എല്ലാവർക്കും അറിയുന്നതാണ്. റോട്ടല്ല ഗ്രീൻ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണിത്. ഇത് നല്ല തിക്കായിട്ട് വളരുന്നൊരു പ്ലാന്റ് ആണ്. പക്ഷേ ഇതിനകത്തൊരു പ്രോബ്ലം ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അനുഭവപ്പെട്ടതുകൊണ്ട് ഇതിനകത്തിൽ ഈ അഴുക്ക് പിടിക്കും. ഫിൽറ്ററിൽ നിന്ന് കറങ്ങി വരുന്ന വെള്ളത്തിൻ്റെ ആ ഒരു ഒഴുക്ക് ഈ ദിശയിലായതുകൊണ്ട് തന്നെ ഈ പ്ലാന്റിൻ്റെ ലീഫിലെല്ലാം നല്ലതായിട്ട് നമ്മുടെ ഈ പൊടി വന്നടിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം കാണാൻ അത്ര ഇച്ചിരി ഭംഗി കുറവാണ്. പക്ഷേ ഇതിൻ്റെ പുതിയ ലീഫ് വരുന്നെല്ലാം നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ഇങ്ങനെ ഇതിനകത്തെല്ലാം അഴുക്ക് പിടിക്കുന്നുണ്ട്. അത് ഈ ഒരു ഫിൽറ്ററിൻ്റെ ഒഴുക്ക് ഇങ്ങനെ ആയിട്ടാണ് അത്ര അഴുക്ക് ഇതേ വന്ന് അടിയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ വെക്കുമ്പം നമുക്ക് ഈ ഫിൽറ്ററിൻ്റെ ഫ്ലോയും ഫിൽറ്റർ സെറ്റ് ചെയ്യുന്ന സ്ഥലമൊക്കെ നമ്മൾ എവിടെയൊക്കെയാണ് നോക്കിയിട്ടാണ് ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട്. ഇതും പക്ഷേ നല്ല മനോഹരമായ ഒരു പ്ലാന്റാണ്. കണ്ടില്ലേ എന്ത് ഭംഗി അത് കാണാനായിട്ട്. ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഈ പ്ലാന്റ് അക്വറിയത്തിന് പറ്റിയൊരു പ്ലാന്റാണ്. ഇത് വലിയതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയോ വേണ്ട. ഈ പ്ലാന്റ് പെട്ടെന്ന് നല്ലതായിട്ട് ഗ്രോ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ വെച്ചിട്ട് ഫ്ലോപ്പ് ആയ പ്ലാന്റാണിത്. ഇത് പക്ഷേ ഞാൻ മേടിക്കുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞാൻ ഇത് അക്വറിയം ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. അവിടെ ഇരുന്നപ്പോൾ നല്ല ഭംഗിയിരുന്ന പ്ലാന്റാണ്. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇതിന് വലിയ വളർച്ചയില്ല. ഇതിങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ പുതിയ 2-3 ഇല വരുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഗ്രീൻ ഷെയ്ഡിലോട്ട് വന്നിട്ട് ഇതേ മൊത്തം അങ്ങ് പായൽ പിടിച്ചിരിക്കുന്ന മാതിരി അങ്ങ് ഭയങ്കര അഴുക്കായിരിക്കും. ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഞാൻ വെച്ചതിൽ ഇച്ചിരി ഫ്ലോപ്പ് ആയിപ്പോയ പ്ലാന്റ്. ബാക്കിയെല്ലാം നല്ല അടിപൊളിയായിട്ട് വളരുന്ന പ്ലാന്റുകളാണ്. പിന്നെ ഈ മണ്ടയ്ക്ക് കിടക്കുന്ന ഈ പ്ലാന്റും ഒരു വാട്ടർ പ്ലാന്റ് ആണെന്ന് അറിയത്തില്ല. ഞാൻ കണ്ടത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വെച്ച പ്ലാന്റ് ആണ് ഇത്. പക്ഷേ എൻ്റെ മൂഡ് അഴുകി ഇത് പൊങ്ങി വന്നിരിക്കുകയാണ്. പക്ഷേ ഇതിന് പുതിയ ഇലകൾ കിളിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല. അതെന്തായാലും മാറ്റി കളയാം. അതുകൊണ്ടൊക്കെ മറ്റൊരു വെറൈറ്റിയാണ് ഈ നിൽക്കുന്ന പ്ലാന്റ്. ഈ പ്ലാന്റ് നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ്. ഇതൊരു സ്റ്റെം പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. അതായത് ഞാൻ ഇത്രയും പ്ലാന്റ് മേടിച്ച സമയത്ത് പുള്ളി എനിക്ക് ഒരൊറ്റ പ്ലാന്റ് ഗിഫ്റ്റായിട്ട് തന്നതാണ്. ഒരൊറ്റ സ്റ്റെമ്പിൽ നിന്ന് വളരെ പെട്ടെന്നാണ് ഇത് കിളിച്ച് വന്നേക്കുന്നത്. ഇത് ഞാൻ മുറിച്ച് നട്ടപ്പോഴത്തേന് നല്ല ഒത്തിരി ഇത് വളർന്നിട്ടുണ്ട്. കണ്ടോ, ഇതിനിടയിലായതുകൊണ്ട് മറ്റേ പ്ലാന്റിനിടയിലായതുകൊണ്ട് ഇത് അറിയത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ നല്ല മനോഹരമാണ് ഈ പ്ലാന്റ് കാണാനായിട്ട്. പെട്ടെന്നാണ് ഈ പ്ലാന്റ് വളരുന്നതും ഇതിൻ്റെ ഇലയൊക്കെ അതിന് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ പ്ലാന്റിനും നമുക്ക് വലിയ ലൈറ്റിങ്ങിൻ്റെ അങ്ങനെയൊന്നും ആവശ്യമില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട് മറ്റുള്ള പ്ലാന്റിനെ പോണക്ക് തന്നെ. അപ്പോൾ ഇത്രയാണ് എൻ്റെ പ്ലാന്റ് അക്വറിയത്തിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങൾ.
അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുകൊണ്ട് ഒരു പ്ലാന്റ് ടാങ്ക് പണിയാണെങ്കിൽ ഞാൻ ഈ നട്ടേക്കുന്ന പ്ലാന്റ്സ് എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇതെല്ലാം നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പുഴമണലിലാണ് ഈ അക്കൂനെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഇത്ര നല്ല മനോഹരമായിട്ട് കിളിക്കണമെങ്കിൽ അപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം നല്ല അടിപൊളി നമുക്ക് ബഡ്ജറ്റിന് പറ്റിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്